ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ മീൻപീരയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് മമ്മിയോട് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. മമ്മി, ഇന്ന് നമ്മൾ കൊഴുവ പീര വറ്റിക്കാനുള്ള പരിപാടിയാണ്. കൊഴുവ വെട്ടി കഴുകി വെച്ചിട്ടുണ്ട്. കേട്ടോ, കുഞ്ഞു കൊഴുവ, നല്ല സൂപ്പറായിട്ട്. ഇതിൻ്റെ പേരാണ് ഈ വെള്ളിക്കൊഴുവ എന്ന് പറയുന്നത്. ഇതുണ്ട്. അപ്പോൾ കൊഴുവ വെട്ടി കഴുകി വെച്ചേക്കുന്നുണ്ട്. തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 1.5 മുറി തേങ്ങ ഉണ്ട്. പീരയ്ക്ക് ഇച്ചിരി തേങ്ങാപ്പീര വേണമല്ലോ. കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ചുമന്നുള്ളി. അപ്പോൾ ചുമന്നുള്ളിക്ക് പകരം സവോള ചേർത്തേക്കണേ. ഇനി നമുക്ക് ഇതിനകത്ത് അരയ്ക്കാനുള്ള ചേർക്കാം. മല്ലിപ്പൊടി, നാളിയുള്ള പുളിയുണ്ട് ചെറുതായിട്ട്. ഇത് ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചാണ് എല്ലാം ചെയ്യാൻ പോണത്. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം. ഈ ഇഞ്ചി നമുക്ക് തേങ്ങ ചതക്കണം, ഇവിടെ അങ്ങ് ചതച്ചിടണം. അപ്പോൾ അതിൻ്റെ ഗുണമുള്ളതൊക്കെ അങ്ങ് കിട്ടും. നമ്മൾ അരിഞ്ഞിട്ട് കഴിയുമ്പോഴത്തേനും അതങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ചതച്ചുകൊണ്ട് വരാം. അപ്പോൾ കണ്ടോ, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കണത്. ഒന്നും കൂടെ പറയാം. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇത്രയും സാധനമാണ്. ഇനി നമുക്ക് മിക്സിയിൽ ജാറിലിട്ട് ഒന്ന് ചട്ടിയിലേക്ക് ഈ കൊഴുവ വാരി അങ്ങോട്ട് ഇടാം. ചതച്ച് വെച്ചത് അങ്ങോട്ട് ഇടാം കേട്ടോ. ശകലം വെള്ളം ഒഴിക്കാം. നമുക്ക് ഇച്ചിരി ഉപ്പുകല്ലാണ് വശം. നമ്മൾ ഇച്ചിരി കരിവേപ്പിലയും കൂടെ ഉരുവിട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് കീറിയിടാം. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമ്മൾ ചതച്ചതാണ്. ഇനി നമുക്ക് ഈ പുളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത്രയും വെള്ളം മതി. ഇത് തിളയ്ക്കുമ്പോഴും വെള്ളം ഉണ്ടാവും കേട്ടോ. ഒരു ഉള്ളിയും മുളകും മൂപ്പിച്ചിടാം കേട്ടോ. അതിലേക്ക് കടുക് മൂപ്പിച്ചിടാം. വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇടുക കേട്ടോ. കറിവേപ്പില, ഒരു സാധനം. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ ഈ പീരയ്ക്ക്. ഞാൻ പിന്നെ ഒന്നും കൂടെ ഒന്ന് ഡെക്കറേഷൻ ആയിക്കോട്ടെ എന്ന് ഓർത്ത് ചെയ്യുന്നതാണ്. സൂപ്പറാ. ഞാൻ തന്നെ നോക്കിയാൽ പോരല്ലോ, പിള്ളേരൊന്നും നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. നല്ല അടിപൊളി റെസിപ്പിയാണ്. ഫീഡ്ബാക്ക് എല്ലാവരും മറക്കാണ്ട് പറയണം. ടാറ്റാ.